സുഹൃത്തുക്കളെ, നമ്മൾ എന്ത് നന്മ ചെയ്താലും നമ്മളിൽ കുറ്റം മാത്രം കാണുന്ന, നമ്മുടെ സത്യസന്ധതയെ വിശ്വസിക്കാൻ മടിക്കുന്ന ചില ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ നന്മ കാണാൻ വിസമ്മതിക്കുന്ന ഈ വിമർശകർ നമ്മുടെ ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ വിശ്വാസം നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ലക്ഷ്യമെന്താണെന്നും നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ മറ്റൊരാളുടെ ജഡ്ജ്മെന്റ് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കരുത്. പ്രശസ്ത എഴുത്തുകാരി മായ ആഞ്ചലോ പറഞ്ഞതുപോലെ, ഇഫ് യു ആർ ഓൾവേസ് ട്രൈങ് ടു ബി നോർമൽ യു വിൽ നെവർ നോ ഹൗ അമേസിംഗ് യു ക്യാൻ ബി. നിങ്ങൾ എപ്പോഴും സാധാരണക്കാരനാകാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം മഹാനാകാൻ കഴിയുമെന്ന് നിങ്ങൾ ഒരിക്കലും അറിയുകയില്ല. നിങ്ങൾ ഉയരങ്ങളിൽ എത്തുന്നത് കൊണ്ടാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവരുടെ വിമർശനങ്ങളെയും സംശയങ്ങളെയും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഇന്ധനമാക്കി മാറ്റുക. നിങ്ങൾ ചെയ്യേണ്ടത് 3 കാര്യങ്ങൾ മാത്രം. 1. ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഫോക്കസ് ഓൺ യുവർ കോർ. നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ബാക്കി എല്ലാ നെഗറ്റീവ് ശബ്ദങ്ങളെയും പശ്ചാത്തല സംഗീതമായി തള്ളിക്കളയുക. അതിർത്തി നിശ്ചയിക്കുക. സെറ്റ് ബൗണ്ടറീസ്. നിങ്ങളുടെ മാനസികാരോഗ്യത്തിനു വേണ്ടി നെഗറ്റീവ് ആളുകളിൽ നിന്ന് ഒരു നിശ്ചിത അകലം പാലിക്കുക. 3. നിങ്ങളുടെ സത്യത്തിൽ ജീവിക്കുക. ലിവ് യുവർ ട്രൂത്ത്. നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ നന്മയിൽ ഉറച്ചു നിൽക്കുക. ഓർക്കുക സുഹൃത്തുക്കളെ, യുവർ പീസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദെയർ ഒപ്പീനിയൻ. നിങ്ങളുടെ മനസമാധാനമാണ് അവരുടെ അഭിപ്രായത്തേക്കാൾ പ്രധാനം. വിജയിച്ചവരുടെ ചരിത്രത്തിൽ വിമർശകർ എല്ലായിടത്തും ഉണ്ടായിരുന്നു. മുന്നോട്ട് പോവുക. നിങ്ങളുടെ വിജയം മാത്രമാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. താങ്ക്